നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി. ADGP MR അജിത് കുമാറിനെതിരെ CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തിയത് ADGP MR അജിത് കുമാറാണെന്ന് EJ ബാബു ആരോപിച്ചു. ജനങ്ങളെ സർക്കാരിന് എതിരാക്കാൻ ADGP ശ്രമിച്ചു. പോലീസാണ് സന്നദ്ധ പ്രവർത്തകരുടെ ഭക്ഷണ വിതരണം തടഞ്ഞതെന്നും റവന്യൂ മന്ത്രി ഇടപെട്ടതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും EJ ബാബു പറഞ്ഞു. ഒരു ദിവസം നൂറുകണക്കിന് വളണ്ടിയർമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്ന സന്നദ്ധ പ്രവർത്തനം അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ADGPയുടെ ഒരു ഉത്തരവുണ്ടായത്. ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ജനങ്ങളും ഗവൺമെന്റിനെതിരെ തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ റവന്യൂ മന്ത്രി പിറ്റേ ദിവസം വിഷയത്തിൽ ഇടപെട്ടു. ഞങ്ങൾ ഈ വിഷയം റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റവന്യൂ മന്ത്രി ഇടപെട്ടുകൊണ്ട് ആ വിഷയം പരിഹരിച്ചു. മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ ഈ ഭക്ഷണ വിതരണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയുണ്ടായത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ ഷഹദ്, എന്താണ് CPI നേതൃത്വത്തിന്റെ ആരോപണം അജിത് കുമാറിനെതിരെ? ഉന്മേഷ, നമുക്കറിയാം, നിലവിൽ ADGP MR അജിത് കുമാർ PV അൻവർ MLAയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൊടുത്തുവിട്ട ആരോപണങ്ങൾ അത് സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വയനാട് ജില്ലാ കമ്മിറ്റി, CPIയുടെ വയനാട് ജില്ലാ കമ്മിറ്റി തന്നെ ADGPക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഉയർത്തിവിട്ട ആരോപണം അത് ഈ മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഒപ്പം തന്നെ വലിയ രീതിയിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇവിടെ ദുരന്തം നടന്ന ഘട്ടത്തിൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്കും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും ഒഫീഷ്യൽസിനും ഒക്കെ തന്നെ ഈ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് സന്നദ്ധ പ്രവർത്തകരാണ്. എന്നാൽ ഈ സംഭവം നടന്ന 8-ാം ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഭക്ഷണ വിതരണം റദ്ദ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഭക്ഷണം വിതരണം നടത്താൻ പാടില്ല എന്ന് ഉത്തരവിടുകയായിരുന്നു. അതും ഈ ഭക്ഷണവുമായി ഈ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലുമൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകർ എത്തിയ ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവുണ്ടെന്നും അതിനാൽ ഇനി ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ല എന്ന ഒരു കാര്യവും ഇവർ പറയുന്നുണ്ടായിരുന്നത്. അത് സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ADGPയുടെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് ഇപ്പോൾ CPI ആരോപിക്കുന്നത്. അതിൽ റവന്യൂ മന്ത്രി കൃത്യമായിട്ട് ഇടപെടുകയും CPI ഈ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് അന്ന് അത് വലിയ രീതിയിൽ ആളിപ്പടരാതിരുന്നത് എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇന്ന് ആരോപിച്ചത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ ദുരൂഹത സംശയിച്ച് പോലീസ്. തീപിടുത്തത്തിൽ മരിച്ച വൈഷ്ണയുടെ ഭർത്താവിനായി പോലീസ് അന്വേഷണം തുടങ്ങി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മരിച്ച രണ്ടാമത്തെയാൾ പുരുഷൻ എന്നാണ് സ്ഥിരീകരണം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അലക്സ്, പോലീസ് ഈ ദുരൂഹത സംശയിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അലക്സ്? ഉന്മേഷ, ഈ അപകടം നടന്ന പാപ്പനംകോടാണുള്ളത്. പാപ്പനംകോട് ജംഗ്ഷനിലാണ്. പാപ്പനംകോട് നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുമ്പോൾ ഇടതുഭാഗത്താണ് ഈ കടമുറികളുള്ളത്. അതിൽ മുകളിലത്തെ നിലയിൽ ഒരു ചെറിയ ക്യാബിനാണ് ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്, പോർട്ടൽ ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ ജീവനക്കാരിയാണ് വൈഷ്ണ. ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 മണിയോട് കൂടിയാണ് ഈ പ്രദേശവാസികളും ദൃക്സാക്ഷികളും ഒക്കെ ഇവിടെ വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നതും ഈ കണ്ണാടി ചില്ലുകൾ പുറത്തേക്ക് പൊട്ടിച്ചിതറുന്നതും ഒപ്പം തീയും പുകയും ഒക്കെ പുറത്തേക്ക് വരുന്നതും കാണുന്നത്. തുടർന്ന് നാട്ടുകാരും ദൃക്സാക്ഷികളും ഒക്കെ അവിടേക്ക് ഓടിക്കൂടി അവർ തന്നെ വെള്ളമൊഴിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്, തീ അണച്ചത്. 2 പേരെ അതിനുള്ളിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അതിലൊന്ന് ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലെ തന്നെ ജീവനക്കാരി വൈഷ്ണയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈഷ്ണ തൊട്ടടുത്ത് തന്നെ ആണ് വൈഷ്ണയുടെ സ്വദേശം എന്നുള്ളതാണ്. വൈഷ്ണയ്ക്ക് 2 മക്കളുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിവരം ആ ഘട്ടത്തിൽ വന്നത്, ഒന്ന് AC പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമായിരുന്നു എന്നാണ് പോലീസും അതുപോലെ ഫയർഫോഴ്സിലെ ഉന്നത സംഘവും ആദ്യഘട്ടത്തിൽ സംശയിച്ചത്. പക്ഷേ ഒരു ദുരൂഹത കൂടി അതിന് പിന്നാലെ പോലീസ് സംശയിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചില നാട്ടുകാരും ദൃക്സാക്ഷികളും പോലീസിന് നൽകിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം രാവിലെ ഒരു പുരുഷൻ ഇവിടെ എത്തി ചില ബഹളം ഇവിടെ എത്തി ഉണ്ടാക്കിയതായി ചില മൊഴികൾ പോലീസിന് ലഭിച്ചു. അതിനെ തുടർന്നാണ് ആ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് നടത്തിയത്. വൈഷ്ണയുടെ ഭർത്താവ് ബിനു, നരുവമ്പാട് സ്വദേശിയാണ് ബിനുവുമായി വൈഷ്ണ അകൽച്ചയിലായിരുന്നു കുറച്ച് നാളുകളായെന്നാണ് പറയപ്പെടുന്നത്. അവർ തമ്മിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഇത് ഈ ഇൻഷുറൻസ് ഓഫീസിലേക്ക് എത്തിയത് വൈഷ്ണയുടെ ഭർത്താവ് ബിനു ആണോ എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. ബിനു എവിടെയാണെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ബിനുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ആ ദുരൂഹത സംശയിക്കുകയാണ്. ആ ദുരൂഹത ബലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒപ്പം മരിച്ച ഒരാൾ അത് പുരുഷനാണ് എന്നുള്ളതാണ്. പുരുഷനാണെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ
എങ്കിൽ പോലീസ് സംശയിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അത് വൈഷയുടെ ഭർത്താവാകാം, മിനു ആകാം. എങ്കിൽ ഈ തീപിടുത്തം എന്നുള്ളത് അത് അതിൻ്റെ ഈ ആസ്പെക്ട് മാറും. അത് കൊലപാതകം എന്ന നിലയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. എന്നാണെങ്കിൽ അതിൻ്റെ സ്ഥിരീകരണം പോലീസ് നൽകേണ്ടതുണ്ട്. എത്തിയത് ആരാണെന്നുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധന പോലീസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണോ? അപ്പോൾ കണ്ടത് ചേട്ടാ, ഞാൻ ആദ്യം കാണുന്ന പുകയായിരുന്നു. പുക എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടെ തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ തന്നെ പിന്നെ നമ്മളിവിടെ ഇത് എല്ലാം ലോക്കായിരുന്നു. പിന്നെ അത് ചവിട്ടി പൊട്ടിച്ച് ആ ഡോറ് പൊട്ടിച്ചു. ഇത് ലോക്കായിരുന്നു? ഇതല്ല, ഇത് ലോക്കായിരുന്നു തോന്നുന്നു. ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറിയത്. അതിൻ്റെ മുകളിൽ കൂടെ ചാടി കയറി അവിടെ ഡോറ് പൊട്ടിച്ച് അകത്ത് കയറി. തീയായിരുന്നു, മുഴുവൻ തീയായിരുന്നു. പിന്നെ നമ്മൾ താഴെ നിന്ന് ഇവർ വെള്ളം കോരി തന്നില്ലേ, അപ്പോൾ അത് ഒഴിച്ചൊഴിച്ച് തീ കെടുത്തി അകത്ത് കയറി. അതിനെയൊക്കെ അത് പൊട്ടിച്ചകത്ത് കയറിയപ്പോഴത്തേക്ക് ബോഡി അപ്പോഴാണ് അവിടെ ഒരു ബോഡി അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ബോഡിയാണെന്ന് മനസ്സിലായി. കുറച്ച് വെള്ളം ഒഴിച്ച്. രണ്ടുപേരുണ്ടായിരുന്നെന്ന് മനസ്സിലായിരുന്നു? രണ്ടുപേരെ ഞാൻ കണ്ടില്ല, ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ. ഒരു ലേഡിയില്ലേ, പുള്ളിക്കാരിയുടെ ബോഡി ആയിരുന്നത്. നിങ്ങൾ കയറിയപ്പോൾ കാണുന്നത്? ഞാൻ കയറിയപ്പോൾ കാണുന്നത്. ശേഷമാണ് ഫയർഫോഴ്സ് ഒക്കെ? അതെ. ശരി. അത്തരത്തിലും ദൃക്സാക്ഷികൾ അത് തന്നെ പറയുന്നുണ്ട് ഉന്മേഷ്. ഈ സംഭവ സമയത്ത് അവിടെ ഓടിയെത്തിയ ഒരാളാണ് നമുക്കപ്പോൾ നമ്മളോടിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം അടക്കം എത്തി ഈ വെള്ളം ഒഴിച്ചാണ് ഈ തീ കെടുത്തിയത്. നമ്മൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവരുടെ ഫോറൻസിക് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ഉദ്യോഗസ്ഥരുണ്ട്. ചില CCTV ദൃശ്യങ്ങൾ, ഒന്ന് ഈ തൊട്ടടുത്ത കടകളിലൊക്കെ CCTV ദൃശ്യങ്ങളിൽ ഈ വന്ന ആൾ ആരാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടില്ല എങ്കിൽ ട്രാഫിക്കിൻ്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന കൂടി പോലീസ് നടത്തുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങളുള്ളത് ആരാണ്, അത് ബിനു ആണെങ്കിൽ പോലീസ് നേരത്തെ സംശയിക്കുന്നത് ശരിയാണ് എന്ന് അനുമാനിക്കേണ്ടി വരും. അതല്ല എങ്കിൽ മറ്റു തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും വിശദമായ അന്വേഷണം നടത്താൻ മന്ത്രി V. ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. നേരത്തെ ജില്ലാ കളക്ടർ അടക്കമുള്ളവരോട് എത്തിയിരുന്നു. അനുകുമാരി അടക്കം പറഞ്ഞത് ഇതിൽ ദുരൂഹത അന്വേഷിക്കും, പരിശോധിക്കും, കണ്ടെത്തുമെന്നാണ് കളക്ടർ അടക്കം പറഞ്ഞത്. മന്ത്രി K. രാജൻ അതുപോലെ മന്ത്രി GR അനിൽ അടക്കമുള്ളവരോട് എത്തിയിരുന്നു. ഏതായാലും ദുരൂഹത സംശയിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോഴും അന്വേഷണവും പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ഇടുക്കി ഇരവികുളത്ത് കാട്ടുകൊമ്പൻ പടയപ്പയും ഒറ്റക്കൊമ്പനും ഏറ്റുമുട്ടലിൽ പടയപ്പയ്ക്ക് പരിക്കേറ്റു. വനംവകുപ്പ് സംഘം ആനകളെ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. രാഹുൽ വിജയനുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഈ കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇരവികുളത്ത് നൈമക്കാട് എസ്റ്റേറ്റ് ഭാഗത്ത് വെച്ചാണ് ഈ കാട്ടാനകൾ ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഏറ്റുമുട്ടലിൽ പടയപ്പയുടെ മുതുകിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കത്ര വലിയ പരിക്കല്ല എന്നുള്ളതും വനംവകുപ്പ് പറയുന്നുണ്ട്. രണ്ടാനകളും 300 മീറ്റർ അകലത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ആനകളെ നിരീക്ഷിക്കുകയാണ്. ആദ്യം ഈ ആനകളെ വേണ്ടി പടക്കം ആനകൾ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കും. പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ആനകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനയ്ക്ക് മറ്റ് അവശതകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് അവർ വീണ്ടും പറയുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി മലക്കപ്പാറ ആനക്കയത്ത് അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാന ഇറങ്ങി 1 മണിക്കൂറോളം ആന റോഡിൽ നിലയുറപ്പിച്ചു. സമീപത്ത് മറ്റൊരാനയും ഉണ്ടായിരുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ആന കാട് കയറിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാന ഗതാഗതം തടഞ്ഞത്. 1 മണിക്കൂർ നേരമാണ് ഇത്തരത്തിൽ ഈ ആനക്കയത്തിന് സമീപം റോഡിന് നടുവിൽ നിലയുറപ്പിച്ചുകൊണ്ട് കാട്ടാന ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. KSRTC ബസ്സും അതുപോലെ ലോറിയും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും അടക്കം 1 മണിക്കൂർ നേരം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ ഇത്തരത്തിൽ ഈ ആന റോഡ് തടയുന്ന സമയത്ത് ഈ KSRTC ബസ്സൊക്കെ മുന്നോട്ടെടുത്താണ് പലപ്പോഴും ഈ ആനയെ റോട്ടിൽ നിന്ന് മാറ്റാറുള്ളത്. പക്ഷേ ഇന്ന് ഈ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ സമീപത്ത് തന്നെ മറ്റൊരു ആനയെ കൂടി കണ്ടതോടുകൂടി വാഹനങ്ങൾ തീർത്തും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ കാട് കയറ്റിയതിനു ശേഷമാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിലവിൽ ആന കാട് കയറുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. പാപ്പനംകോട്ടെ തീപിടുത്ത അപകടവുമായി ബന്ധപ്പെട്ട് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് KSCB എത്തിച്ചേരുന്നുവെന്നാണ് അലക്സ് ഇപ്പോൾ അറിയിക്കുന്നത്. നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ തുടർന്നാണ് നടപടി. ഹർജി മാസം 13 വീണ്ടും പരിഗണിക്കും. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ ഈ സിദ്ദിഖിന്റെ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഇല്ല, നേരെ മറിച്ച് പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിലാണ്, ബലാത്സംഗ കേസിലാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നടൻ സിദ്ദിഖ് എത്തിയത്.
അതിൽ 13-ാം തീയതി ആയിരിക്കും ഇനി ഈ ഹർജി പരിഗണിക്കാൻ പോകുന്നത്. നോട്ട് ടു അറസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന് വേണമെങ്കിൽ അറസ്റ്റിലേക്ക് അടക്കം പോകാവുന്ന എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അത് പോലീസ് ചെയ്യുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പോലീസിന്റെ ആ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുന്നത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. കോട്ടയം SME കോളേജ് വിദ്യാർത്ഥിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശി അജാസ് ഖാനാണ് മരിച്ചത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് സംഭവിച്ചത്? ടോബി. ഉന്മേഷ, ഇന്ന് പുലർച്ചെയാണ് ഈ വിദ്യാർത്ഥിയെ കാണുന്നില്ല എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയെ കാണാതായെന്ന് സുഹൃത്തുക്കൾ തന്നെയാണ് ആദ്യം കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ച് തിരഞ്ഞപ്പോൾ, ഇദ്ദേഹം എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് തിരഞ്ഞപ്പോൾ ഫോൺ കിടക്കുന്ന കട്ടിലിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതിനുശേഷം എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകാമെന്ന് കരുതി പുറത്ത് വഴിയിലെല്ലാം തന്നെ പരിശോധന നടത്തി. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ പനമ്പാലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള, അതിന് തൊട്ടടുത്തുള്ള അമ്പാടി കവലയുണ്ട്, അവിടെയുള്ള ഒരു CCTV ക്യാമറയിൽ ഈ അവിടം വരെ എത്തുന്ന റോഡിലൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. എന്നാൽ തൊട്ടടുത്തുള്ള ഒരു പാലമുണ്ട്, ആ പാലം കടന്ന് മറുവശത്തേക്ക് പോയിട്ടില്ല എന്നും അതിനപ്പുറത്തുള്ള CCTVകൾ പരിശോധിച്ചപ്പോഴും മനസ്സിലായി. അങ്ങനെയാണ് ഈ കാണുന്ന മീനച്ചിലാറിന്റെ കൈവഴിയായിട്ടുള്ള കുടമാളൂർ പുഴയിൽ ഒരു പരിശോധന നടത്തിയത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ടീം എമർജൻസിയും ചേർന്ന് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തി. അങ്ങനെയാണ് അല്പസമയം മുമ്പ് ഒരു 30 മീറ്റർ മാറി ഈ പുഴയിൽ നിന്നും മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആത്മഹത്യയാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിശദീകരണം. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഗാന്ധിനഗർ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ. പാലക്കാട് തിരുമറ്റക്കോട് കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. വെളിത്തേടത്ത് പറമ്പിൽ ഷാജഹാനാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി ഇപ്പോൾ നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തൃശൂരിലെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് ഷാജഹാന് ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇദ്ദേഹം അറങ്ങോട്ടുകര റോഡിലെ കുഴിയിൽ വീണാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് ഈ കുഴിയിൽ വീണത്. അദ്ദേഹത്തിന് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. PWD ഉദ്യോഗസ്ഥർ നേരത്തെ ഈ സ്ഥലം സന്ദർശിച്ച് തകർച്ചയിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെടാതായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരാൾക്ക് ഈ കുഴിയിൽ വീണ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വയനാട്ടിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരാണ് ഷാജഹാനെ ഈ കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടനെ തന്നെ അവർ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തലയ്ക്കും കൈകൾക്കും ഗുരുതരമായി പരിക്കേറ്റതിനാൽ പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള ചികിത്സാ രീതികൾ വേണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. കാര്യമായിട്ടുള്ള പരാതികൾ, ഇവിടുത്തെ ഈ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്നുള്ള ആവശ്യം ഉയർന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള അടിയന്തര ധനസഹായവും വാടകത്തുകയും വർദ്ധിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വകുപ്പ് തല ഏകോപനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യം. വിവരങ്ങളുമായി ദീപക് ധർമ്മടം കോഴിക്കോട് ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, ഈ കത്തിൽ, മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ മറ്റെന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി? ദീപക്. ഉന്മേഷ്, പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തത്തിന്റെ ഇരകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6000 രൂപയാണ് വാടക നൽകുന്നത്. അതുപോലെ തന്നെ 10,000 രൂപയാണ് പ്രതിമാസ ചിലവിന് വേണ്ടി ഒരു കുടുംബത്തിന് നൽകുന്നത്. ഈ തുക ഇൻസഫിഷ്യന്റ് ആണ്. ഇത് അവർക്ക് ജീവിതത്തിന് ഉതകുന്നതല്ല. അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഈ കാര്യം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നുള്ള കാര്യവും ഈ കത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ ദുരന്ത മേഖലയിലെല്ലാം സന്ദർശിച്ച ചിത്രം പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, സേന നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ശ്ലാഘിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ധനസഹായത്തിന്റെ കാര്യത്തിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമുള്ള സഹായ ധനത്തിന്റെ വർധനവുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഈ കത്തിൽ പറയുന്നത്. കാരണം ഇൻസഫിഷ്യന്റ് ആണ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപര്യാപ്തമാണ് തുക, അനുവദിച്ച തുക, അതുകൊണ്ട് കൂടുതൽ തുക അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കത്ത്. ഒരു വലിയ കത്താണ്. കത്തിൽ വിവിധ വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്. സേനയുൾപ്പെടെ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഏകോപനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് ഒക്കെ പരാമർശിച്ചുകൊണ്ട്, പക്ഷെ എന്നാൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ ധനസഹായ വർധനവ് വേണമെന്നതാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി. ദീപക് ധർമ്മടം, കോഴിക്കോട്. ഓണക്കാലത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച റെയിൽവേ. കൊല്ലം മംഗളൂരു ജംഗ്ഷൻ,
ഫെസ്റ്റിവൽ എക്സ്പ്രസ് ഈ മാസം 9 മുതൽ ഓടിത്തുടങ്ങും. കൊല്ലത്തുനിന്ന് രാത്രി 7:55 പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ 7:30 മംഗളൂരുവിൽ എത്തുക.